ഹരി ഓം. ആരായി വന്നിരിക്കുന്നേ? സ്വാമി വീണ്ടും വന്നോ? ആ കുഞ്ഞിനെ കണ്ടിട്ടും മതിയായില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ആ മഹി, ആരായി വന്നിരിക്കുന്നേന്ന് നോക്കിയേ. ഹരി ഓം. സ്വാമിജി ആയിരുന്നോ? നമസ്കാരം സ്വാമിജി. വരൂ സ്വാമിജി, അകത്തേക്കിരിക്കാം. അയ്യോ വേണ്ട, ഞാൻ ഈ ഉമ്മറത്തിരുന്നോളാം. അയ്യോ അതൊന്നും പറ്റില്ല. സ്വാമിജി അകത്തേക്ക് വന്നേ പറ്റൂ. വരണം പ്ലീസ്. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഭഗവാനെ, നൂലുകെട്ടിന് മോളെ കണ്ടപ്പോ തന്നെ മോൾക്ക് ദൈവിക ഗുണം ഒരുപാടുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വീണ്ടും വീണ്ടും കാണണമെന്ന തോന്നലുണ്ടായത്. ലേഖേ, മോളെ എടുത്തോണ്ട് വാ. ശരി. ഇപ്പോ മോക്ക് രണ്ടമ്മമാരുണ്ടല്ലേ? ഉണ്ട്. മോളെ പ്രസവിച്ചത് ഞാനാണെങ്കിലും മോളെ നോക്കുന്നത് ആ പോയ ലേഖയാ. മോളുടെ മുഖലക്ഷണം വെച്ച് മോൾക്ക് രണ്ടമ്മമാരുണ്ടാവണം. ആ അമ്മമാര് ഒരിക്കലും വേർപിരിഞ്ഞു പോവില്ല. ആ മോള് ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം മോൾക്ക് രണ്ടമ്മമാരും ഉണ്ടാവും. ആ ലേഖേ, സ്വാമി പറഞ്ഞത് കേട്ടില്ലേ? മോൾക്ക് എന്നും രണ്ടമ്മമാരുണ്ടാവും. ആ കുഞ്ഞു ദേവി ഇങ്ങ് തരിക. തന്നോളൂ. സ്വാമിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? വെയിലത്ത് നടന്നു വരുന്നവർക്ക് സംഭാരമാണ് മുഖ്യം. അതിപ്പോ എടുക്കാം സ്വാമി. കാന്താരിയുണ്ടോ? ആ ഉണ്ട്. എന്നാ പിന്നെ കാന്താരിയും ഇഞ്ചിയും എല്ലാം കൂടി ചതച്ചിട്ട് സംഭാരം ഇത്തിരി കൂടുതൽ എടുത്തോളൂ. ഇന്നത്തെ ഭക്ഷണം അതായിക്കോട്ടെ. സ്വാമിക്ക് മറ്റെന്തെങ്കിലും വേണോ? ആദ്യം പറഞ്ഞതെടുക്കൂ മോളെ. ശരി സ്വാമി, ഇപ്പൊ എടുക്കാം. വാലേഖേ. കൊള്ളാം. രണ്ടമ്മമാരും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒത്തൊരുമയോടെ അകത്തേക്ക് പോയി. എന്റെ ഭസ്മത്തെ നീ അതിജീവിച്ചു. എന്നാൽ ഞാൻ കൊണ്ടുവന്ന പനിനീരിനെ നീ അതിജീവിക്കില്ല മോളെ. ഞാനിവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞാൽ നീ മറയും ഈ ഭൂമിയിൽ നിന്ന്. ഭസ്മം നിന്റെ മുഖത്തിട്ട ശേഷം പല പല കുഴപ്പങ്ങളുമുണ്ടായി. എനിക്ക് മാത്രമല്ല, എന്നെ പറഞ്ഞയച്ചവർക്കെല്ലാം. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇന്ന് എനിക്കറിയണം. രണ്ടിലൊന്നറിയാൻ തന്നെയാ ഞാൻ വന്നത്. ഇത് നിന്റെ മുഖത്ത് വീണു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാഴിക മാത്രമേ ഇപ്പൊ പോയ രണ്ടമ്മമാർക്കും നിന്നെ ജീവനോടെ കാണാൻ കഴിയൂ. നീ ഗ്രഹണം ബാധിച്ച സമയത്താ ജനിച്ചത്. അതുകൊണ്ട് നിന്റെ വിധി
ദൈവങ്ങൾക്ക് പോലും തടുക്കാൻ കഴിയില്ല. എടാ പ്രതാപ, വീണ്ടും അവനെ തന്നെ പറഞ്ഞു വിടണ്ടായിരുന്നടാ. നമ്മൾ കൊടുത്ത പൈസ എങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ മേ? അവൻ നേരത്തെ പോയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. എന്നൊന്നും പറയണ്ട, ചെറിയൊരു ഗുണമുണ്ടായി. എന്ത്? അതുകൊണ്ടാ ഇപ്പൊ അവന് പോകാൻ പറ്റിയത്. അവിടെ ഇതുവരെ അവനെ ആരും സംശയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ അവൻ എന്തെങ്കിലും ഫലം കണ്ടിട്ടേ മടങ്ങത്തുള്ളൂ. എടാ വേറൊന്നും കൊണ്ടല്ലടാ. നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ ആ കൊച്ചു സാത്താൻ കൂടിയ കൊച്ചാണെങ്കിൽ വീണ്ടും നമ്മള് ചൊറിഞ്ഞു മരിക്കും. അത് നടക്കരുത്. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ നമുക്ക് മാത്രമല്ല അവസ്ഥ ഉണ്ടായത്. ആ കള്ള സന്യാസിയും അവനെ വിട്ടവനും ഒക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞു നെട്ടോട്ട് ഓടുമായിരുന്നു. അത് മറക്കരുത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്ക, ഓണോ വരുന്നത്. ഈ ഓണത്തിന് സങ്കടത്തോടെ മൂടിക്കെട്ടിയ മുഖമായിട്ട് നമ്മുടെ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കരുത്. കഴിഞ്ഞ ഓണത്തിന് മുന്നേ ഉള്ള ഓണം നമ്മുടെ കൂടെയായിരുന്നു മോള്. നമ്മുടെ മോള് മാത്രമല്ല, ലക്ഷ്മി. അന്ന് ഓണത്തിന് ഒരു ഊഞ്ഞാലിട്ട് കഴിഞ്ഞ നമ്മുടെ മോള് ഊഞ്ഞാലിലിരിക്കും, ലക്ഷ്മി അവളെ ആട്ടും. അതായിരുന്നു ഈ വീട്ടിലെ രീതി. ഇപ്പോഴും ആട്ടുന്നുണ്ട് ലക്ഷ്മി കർണമോളെ. ഊഞ്ഞാലിലല്ല, അവളുടെ മുഖത്തിനിട്ട്. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അമ്മേ. ഡാ, ഞാൻ ഓർമ്മിച്ചില്ലെങ്കിലും അതൊക്കെ നിനക്ക് നല്ല ഓർമ്മ കാണുമല്ലോ. ഉത്രാട രാത്രിയിലെ മോള് കമ്പിത്തിരി കത്തിക്കുമ്പോ എത്ര തവണയാ അത് ലക്ഷ്മിയുടെ ദേഹത്ത് വെച്ച് പൊള്ളിച്ചിട്ടുള്ളത്. തീപ്പൊള്ളലേറ്റ് നിലവിളിക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് അവളുടെ അമ്മ ഇവിടെ കിടന്ന് ചാടിയിട്ടില്ലേ? ചാടാനേ പറ്റൂ. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലമായിരുന്നു അത്. ഇനി അങ്ങനെ ഒരു കാലം നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ പ്രതാപ? ഉണ്ടാവാൻ വേണ്ടി അമ്മേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും ഉണ്ടാവത്തില്ല. ലക്ഷ്മിയെ ഇപ്പൊ കോടീശ്വരിയ. കണ്ണന് ലക്ഷ്മിയൊക്കെ കൊടുക്കുന്ന നക്കാപ്പീച്ച കൊണ്ടാ ഉണ്ണി നമ്മുടെ മോളും ഉൾപ്പെടെയുള്ളവരെ ആ വീട്ടിനകത്ത് കഴിയുന്നത്. അതിനിടയ്ക്കാ ദുർഗ മറുകണ്ഠം ചാടിയത്. ആദ്യം ദുർഗ കണ്ണനോടും ലക്ഷ്മിയോടും സ്നേഹം കാണിച്ചപ്പോ ഞാൻ കരുതിയത് അവരുടെ അഭിനയമായിരിക്കുന്ന. നീയും ആ വാമനും കൂടെ കൊന്നതേ അവളുടെ കെട്ടിയോനെയാ. പിന്നെ എങ്ങനെയാടാ അത് അഭിനയമാകുന്നേ? അതെന്തെങ്കിലും ആവട്ടെ അമ്മേ. ഇപ്പൊ ആ കള്ളസ്വാമി കാര്യം സാധിച്ചിട്ട് നമ്മളെ വിളിക്കും. ഇത്തവണ അവൻ ഭസ്മവുമായിട്ടല്ല, പനിനീരുമായിട്ടാ പോയിരിക്കുന്നത്. കഴുത്തില് കറുത്ത മറുകുള്ള കൊച്ചിന്റെ മുഖത്ത് തളിക്കാൻ. അതോടെ ലക്ഷ്മി മാറത്തടിച്ച് കരയുന്നത് കാണാം നമ്മുടെ കുഞ്ഞിന്. ലേഖ ചില സ്വാമിമാരുണ്ടല്ലോ, ഭയങ്കര സിദ്ധരാ. പ്രത്യേകിച്ച് ഇദ്ദേഹം. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത്തരക്കാര് ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇതുപോലെ ഒരു നേരം മോരോ പഴച്ചാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സോ മാത്രമേ കഴിക്കൂ. ചില ദിവസങ്ങളിലൊന്നും കഴിച്ചില്ല എന്നും വരും. അതുകൊണ്ട് സംഭാരം കുറച്ച് കൂടുതൽ എടുത്തോ. എന്റെ ബലമായ സംശയം സ്വാമിയെ പറഞ്ഞു വിട്ടത് ഞാൻ കാണുന്ന അമ്മ തന്നെയാന്നാ. അതുകൊണ്ട് സ്വാമിയുടെ സാമീപ്യം കുഞ്ഞിന് നല്ലതേ വരുത്തൂ. ഇത് അതിനകത്ത് മിക്സ് ചെയ്. സ്വാമി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കാം. അതിന് സ്വാമി കഴിക്കോ? ചോദിച്ചു നോക്കാം. അത്തരക്കാര് വീട്ടിനകത്ത് കുറച്ചുനേരം ഇരിക്കുന്നത് പോലും നല്ലതല്ലേ? എന്റെ ലേഖ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ള ആ അമ്മയെ ഒന്നിങ്ങോട്ടോ അല്ലെങ്കിൽ കണ്ണേട്ടന്റെ വീട്ടിലേക്കോ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. പക്ഷേ
ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ അതുപോലൊരമ്മയെ മറ്റാരും കണ്ടിട്ടുമില്ല. കണ്ണേട്ടനും ഞാനും കാണുന്നത് പോലും ഒരാളെയാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാ. എന്നാ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ച് അങ്ങനെ ദർശനം തരാറുമില്ല. പക്ഷേ ഒന്നുറപ്പാ, ഈ സ്വാമി വന്നതിന്റെ പിന്നിൽ ആ അമ്മ തന്നെയാ. ദേ, ഇതൊന്ന് കുടിച്ചു നോക്കിയേ. എരിവ് കൂടുതലുണ്ടോ? ഒട്ടുമില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. വാലേക്കേ. ഇപ്പോ ശരീരം ചൊറിയുന്നുമില്ല, വയറ്റിൽ വിമ്മിഷ്ടവുമില്ല. പൈസ കുറെ വാങ്ങിയതാ കൊച്ചേ. നിന്റെ നൂലുകെട്ട് കഴിഞ്ഞതേയുള്ളൂ. അതുകൊണ്ട് വെറുതെ വിട്ടയ്ക്കാമെന്ന് കരുതാൻ പറ്റുമോ? ദേവി ഭക്തവത്സലേ, അമ്മേ മൂകാംബികേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഈ പുണ്യജന്മത്തെ ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിലുടനീളം ഈ കുഞ്ഞിനോടൊപ്പം നടക്കണമേ. മോരുമായി എത്തിയോ? നിങ്ങളുടെ മോര് കുടിക്കാനല്ല ഞാൻ വന്നത്, ഈ കുഞ്ഞിനെ ഒന്നുകൂടി കാണാനും അനുഗ്രഹിക്കാനുമാ. അത് സ്വാമി പറഞ്ഞല്ലോ. ലേഖേ, മോളെ വാങ്ങ. ഇനിയും ഇതുപോലുള്ള വരവുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ. സ്വാമി ഇപ്പൊ വരുന്നതും ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ. അയ്യോ, ഇതാ സ്വാമി. ആ, ഞാൻ പറഞ്ഞ കാന്താരി ഇഞ്ചിയൊക്കെ പാകത്തിന് ചേർത്തിട്ടുണ്ടല്ലോ അല്ലേ? മണമടിക്കുന്നുണ്ട്. എരിവ് കൂടുതലാണോന്ന് നോക്കണേ സ്വാമി. എരിവും പുളിയും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പച്ചവെള്ളത്തിൽ മുളകുപൊടി കലക്കി തന്നാലും എന്നെപ്പോലുള്ള സ്വാമിമാരുടെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് ഐസായിക്കൊള്ളും. സ്വാമിക്ക് സദ്യ വേണമെങ്കിൽ ഞങ്ങൾ ഒരുക്കി തരാം. അല്ല, കഞ്ഞി വേണമെങ്കിൽ അതും തരാം. ദേ, ഈ മോര് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഭക്ഷണമൊന്നുമില്ല. പാഞ്ചാലിയെ ഭഗവാൻ പരീക്ഷിച്ചത് ഓർമ്മയുണ്ടല്ലോ. എന്നെപ്പോലുള്ളൊരു മഹർഷിയാണ് അന്ന് പാഞ്ചാലിയുടെ അടുത്ത് പോയി ഭക്ഷണം ചോദിച്ചത്. ആ, എന്താ സംഭവിച്ചത്? കാലിയായ കലത്തിൽ നോക്കി കരഞ്ഞ പാഞ്ചാലിക്ക് ഭഗവാൻ സഹായത്തിനെത്തിയില്ലേ? പിന്നെ ഒരു ചീരയില കൊണ്ട് മഹർഷിയുടെ വിശപ്പടങ്ങിയില്ലേ? ഞങ്ങൾ വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്ന സ്വാമിമാർക്ക് ഇച്ചിരി പഴച്ചാറ്, അല്ലെങ്കിൽ കുറച്ച് ചീരയില, അതുമല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില, അത്രയും മതി കുറെ കാലം ജീവിക്കാൻ. ഹരി ഓം, ഹരി ഓം. മോര് വേണമെന്ന് പറഞ്ഞപ്പോ മനസ്സറിഞ്ഞു തന്നെ രണ്ടാളും കൂടി ഉണ്ടാക്കി തന്നു. ആ, ഇത് പെറ്റമ്മയും ഇത് പോറ്റമ്മയും അല്ലേ? അതെ. മോൾക്ക് കുട്ടികളില്ല അല്ലേ? ഇല്ല സ്വാമി. ആ, ഞാൻ ഇനിയും വരും. അന്ന് മോൾക്കൊരു ദിവ്യ ഔഷധവും കൊണ്ടായിരിക്കും വരുന്നത്. അത് കഴിച്ചിട്ട് എന്റെ ആശ്രമത്തിലേക്ക് ഒരു ദിവസം മോള് വരണം. അതോടെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഫലം കാണുമെങ്കിൽ എവിടെ വേണമെങ്കിലും വരാൻ സ്വാമി. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്, ഐശ്വര്യ റോയെ പോലെ.
സ്വാമി. ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. മോളുടെ മുഖത്ത് നോക്കി. ആ അപ്പോഴേ പെറ്റമ്മ അറിയാൻ വേണ്ടി പറയുക, മോള് ആദിത്യാദി നവഗ്രഹങ്ങളുടെ അനുഗ്രഹം മൊത്തം പിടിച്ചു വാങ്ങിയിട്ട് ജനിച്ച മോളാ. സ്വാമി, എനിക്കൊരു സംശയമുണ്ട്. സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒരു അമ്മയാണോന്ന്? അതെ, അമ്മ തന്നെയാണ്. സാക്ഷാൽ മഹാമായ. അത് പാർവതീ ദേവിയാവാം, മഹാലക്ഷ്മി ആവാം, അല്ലെങ്കിൽ ദേ നമ്മൾ നടക്കുന്നത് തന്നെ അമ്മയുടെ മുകളിലൂടെയല്ലേ, സാക്ഷാൽ ഭൂമിദേവിയുടെ. അങ്ങനെ ഒരു അമ്മ തന്നെയാ എന്നെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. സർവം മായ. അമ്മേ മഹാമായി. നന്നായി വരും. നിന്റെ കുഞ്ഞെന്ന മോഹം ഞാൻ സഫലമാക്കി തരാം മോളെ. നിന്റെ കുഞ്ഞു പോയ ശേഷം നിനക്ക് കുഞ്ഞില്ലെങ്കിൽ നിന്റെ ആഗ്രഹ സാഫല്യവും ഞാൻ നടത്തിത്തരാം. എന്നാ നാം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. തോന്നും. ആ പൈസ എന്തെങ്കിലും വേണോന്നല്ലേ ചോദിക്കാൻ വന്നത്? പറയൂ. അതെ. സ്വാമി ഈ വേഷമൊക്കെ ധരിച്ചാണ് വന്നതെങ്കിലും ഭിക്ഷക്കാരനല്ല കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ഹേയ്, എനിക്ക് മനസ്സിലായി. ഞങ്ങളെ പോലുള്ള സ്വാമിമാർ നോട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത് കത്തിപ്പോകും. അങ്ങനെ കത്തിപ്പോകുന്ന നോട്ടിനെ വീണ്ടും പൂർവസ്ഥിതിയിലെത്തിക്കാനും ഞങ്ങൾക്ക് പറ്റും. എന്നുവെച്ചാൽ അന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മമെടുത്തതുപോലെ നോട്ടെടുക്കാനും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സിദ്ധന്മാർ അത് ചെയ്യാറില്ല. കുറെ പണം അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് സുഖിച്ച് ജീവിക്കാനല്ലല്ലോ സർവശക്തനായ ഭഗവാൻ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യനാണ് പണത്തോടും ഭക്ഷണത്തോടുമൊക്കെ കമ്പമുള്ളത്. ഞങ്ങൾ അതൊക്കെ വെടിഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ച് മറന്നു ജീവിക്കുന്നവരാ. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വരാം. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഒരു വല്ലാത്ത ചൈതന്യം തന്നെ അല്ലേ ലേഖേ? അതെ അതെ. ഇനിയിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവം മായ. വാ. ഇത്തവണ എന്തായാലും ആ മുരടന്റെ പഴി കേൾക്കേണ്ടി വരില്ല. കിട്ടുന്ന കാശുകൊണ്ട് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങണം. ആദ്യം ബാർബർ ഷോപ്പിൽ പോയി താടി മുടിയുമൊക്കെ ഒന്ന് വടിക്കാം.
ചേടാ നല്ല വെയിലാണല്ലോ. പിന്നെ എവിടെന്നാ ഈ മഴത്തുള്ളി വീഴുന്നത്? ഇതെന്ത് മറിമായമാ? നട്ടുച്ചയ്ക്ക് സൂര്യൻ വിയർക്കുന്നു. കണ്ണിലൊരു നീറ്റലുണ്ടല്ലോ. ചേടാ അതിനിടയിൽ നേരെ ഇരുട്ടിയോ? അതോ ഇനി മഴക്കോളാണോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നല്ല ചൂടുണ്ട്. എന്താ പറ്റിയത്? അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ വയറൊക്കെ എരിയാണല്ലോ. വെള്ളം വെള്ളം. കണ്ണ് കണ്ടൂടാ. അയ്യോ അയ്യോ. അയ്യോ എവിടെ?